കണ്ണൂർ ലീഡേഴ്സ് കോളേജിൽ 1.5 വർഷം മുൻപുണ്ടായ തർക്കത്തിന്റെ പകയാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് എത്തിച്ചത്. ജൂനിയർ വിദ്യാർത്ഥി നിഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവസരം കാത്ത് സീനിയർ വിദ്യാർത്ഥിയായ മുനീസ് മുസ്തഫയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. നേരത്തെ ഫോൺ വിളിച്ച് കൊല്ലുമെന്ന് നിഷാദ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും മുനീസ് ഇത് കാര്യമാക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഫുട്ബോൾ മത്സരം കാണുന്നതിനായി മുനീസിനെ സുഹൃത്തുക്കൾക്കൊപ്പം നിഷാദ് കണ്ടതാണ് ആക്രമണത്തിലേക്ക് കലാശിച്ചത്. മുനീസിനെ ആക്രമിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെ എന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. 2 വർഷമായാലും കണക്ക് തീർക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കോളേജ് കഴിഞ്ഞ സീനല്ലേ മച്ചാ, അതല്ല പറഞ്ഞത് അന്നേരം തന്നെ തീർത്ത് തെർത്തീവാക്കി. അത് കഴിഞ്ഞിട്ട് കുറെ ഫുട്ബോൾ എല്ലാം കളിച്ചെന്നെല്ലാം പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാ അന്നേരല്ല അങ്ങനെ ലോക്കലായി പോയി ഒതുങ്ങി അകങ്ങി പോന്ന. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പഠിച്ചാ നീ പൂറ തന്നെ അടിക്ക്. ഞാൻ നോമ്പെടുത്ത് ഞാൻ കോളേജിൽ പോന്നു 27 നോമ്പ് അടിക്കും. ഞാൻ പിന്നെ മറക്കണമെന്നാ നീ പറയുന്നത്. കോളേജ് കഴിഞ്ഞായി 2 കൊല്ലാണ്ടായില്ലേ. അതിനായിട്ട് നമുക്കിപ്പോ പഠിച്ചു വെക്കുന്നതിനെന്താ പ്രശ്നം? തുടർന്ന് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങിയ മുനീസിനെ പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു. നിഷാദിനൊപ്പം മാസ്ക് ധരിച്ചെത്തിയ സംഘം മുനീസിനെ മർദ്ദിച്ചു. തുടർന്നായിരുന്നു ആയുധം കൊണ്ടുള്ള ആക്രമണം. തലയ്ക്ക് വെട്ടേൽക്കാതെ ഒഴിഞ്ഞു മാറിയെങ്കിലും മുനീസിന്റെ ചുണ്ടിൽ മുറിവേറ്റു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മുനീസിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. സി മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.